മധുരം കൂടുതൽ കഴിച്ചാൽ വണ്ണം വയ്ക്കുന്നുള്ള കമന്റ് ഞാൻ അവിടെ നിരോധിച്ചിരുന്നു. അതെ, ഈ വീഡിയോയിൽ അങ്ങനത്തെ കമന്റേ വേണ്ട. അമൃതവർഷയുടെ ധീരരോധനം, ഒരു കേക്ക് എങ്ങനെ കഴിക്കാന്നുള്ളതിനെ പറ്റി, ഒരു ജാർ കേക്ക് എങ്ങനെ കഴിക്കാന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അതിലാദ്യം ടോപ്പ് ഇങ്ങനെ തുറക്കുക, എന്നിട്ട് സ്പൂൺ ഇങ്ങനെ എടുക്കുക. മോനെ അടിപൊളി, തകർത്തു, അടിപൊളി. ചിക്കു ഫ്ലേവർ ഉണ്ടാക്കി കൊണ്ട് വെച്ചിട്ടോ. ഉണ്ടാമോ അടിപൊളി. എന്താ ടേസ്റ്റ്? വെള്ളം ഇറക്കണം അല്ലേ? ആദ്യം നമുക്ക് റെഡ് വെൽവെറ്റ്. ആദ്യം നമുക്കില്ല, റെഡ് വെൽവെറ്റ് മാത്രമേ ഉള്ളൂ. മധുരത്തിനും മധുരമുണ്ട്, എന്നാൽ മട്ടിക്കുന്നില്ല. സ്ഥിരം കഴിക്കണതുകൊണ്ട് ഞാൻ കൂടുതൽ റിവ്യൂ പറയാനില്ല. അത് ഒരു വായ നോക്കാൻ പാടുള്ളൂ, അതെനിക്കാ ചേട്ടാ. നോക്കട്ടെ, ഇത് ഞാൻ ആദ്യമായിട്ടാ ചിക്കു. അതൊരു വായ കഴിച്ചാൽ മതി. കൊള്ളാം, മതി, കൊള്ളാം. ഏട്ടാ താ ഏട്ടാ, തരി അവിടെ വേറുണ്ട്. നമസ്തേ, കണ്ണൻജിനാഥ് കലാകാരന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൻജിനാഥ് കലാകാരന്റെ ഹാപ്പി ബർത്ത്ഡേ ഇന്നല്ല, കഴിഞ്ഞ ഹാപ്പി ബർത്ത്ഡേക്ക് ഒരു കേക്ക് വന്നു പറഞ്ഞില്ലേ, പാർസൽ വന്നു എന്ന് പറഞ്ഞത്. ചെന്നൈയിൽ നിന്ന് വന്നത്, അത് കാണിക്കുകയും ചെയ്തു. സൂപ്പർ കേക്കായിരുന്നു. ആ കേക്കിന്റെ ഉറവിടം അതെവിടെയാണ്? നമ്മുടെ പറവൂരിലെ ഏറ്റവും പ്രശസ്തമായ ഒത്തിരി വിഭവങ്ങൾ, വെറൈറ്റി വിഭവങ്ങൾ ഒരുക്കിയിട്ടുള്ള ജിയോ ബേക്കറി. ആ ജിയോ ബേക്കറിയിലാണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. പൊരിക്കുന്ന കുറഞ്ഞ തിന്നും മതിയാക്കും. അപ്പൊ നമ്മുടെ ജിയോന്റെ മുതലാളിമാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടുത്തെ വിശേഷങ്ങളൊന്ന് പറയൂ. നമുക്കിവിടെ എന്താണ് പ്രധാനം ഉള്ളത് എന്നുള്ളത്, ഇവിടുത്തെ വെറൈറ്റി സംഭവങ്ങൾ എന്തൊക്കെയാണ്, അത് കാണിച്ചു കൊടുക്കാം നമുക്ക്. എന്നാലും നിങ്ങളായിട്ടൊന്ന് പറഞ്ഞോളൂ. പേരൊന്ന് പറഞ്ഞോളൂ. അലിക്കോയ, മുജീബ്. ഇനി ഒരു മോൻ ഇവിടെ ഉണ്ട്. മോനും ഉണ്ട് ഇവിടെ. ഇവര് കുടുംബസമേതം ഇവിടെ തകർക്കാണ്. അപ്പൊ പറഞ്ഞോളൂ, ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ. ജിയോയിലെ ഞങ്ങൾക്ക് നല്ല ഫുഡ് കൊടുക്കണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. തീർച്ചയായും. ഒത്തിരി പറവൂര് തന്നെ ഉണ്ടായിരുന്ന ഒരു ബേക്കറി തന്നെയാണ് ജിയോ. അതിപ്പോ അടിപൊളിയായിട്ട് പുതിയ സ്ഥലത്തേക്ക് മാറി ഇവരൊരു ഹോട്ടലിൽ തൊട്ട് മുന്നിൽ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങൾ നമുക്ക് പിന്നീട് പറയാം. ഇപ്പൊ ഈ ബേക്കറി കാണാം. നല്ല സാധനങ്ങൾ കൊടുക്കണം ഞങ്ങൾക്ക്, അതാണ് ഞങ്ങളുടെ മെയിൻ ആഗ്രഹം, മനസ്സിന്റെ ആഗ്രഹമൊക്കെ അതാണ്. അപ്പൊ നമ്മുടെ ചങ്കുകൾ പറവൂര് വന്നാൽ ജിയോ അന്വേഷിക്കാം. നമുക്ക് KMK ജംഗ്ഷൻ, പറവൂരിലെ KMK ജംഗ്ഷനിൽ നിന്ന് ചെറായിക്ക് പോകുമ്പോ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം അതിവിശാലമായൊരു ഷോറൂം. കോഴിക്കോട് നിന്ന് പറവൂരിന്റെ മണ്ണിൽ വന്ന് പറവൂരുകാരുടെ മനസ്സിൽ ഇടം നേടിയ ഒരേ ഒരു ബേക്കറി വന്നിട്ട് വളരെ നല്ല രീതിയിൽ ആൾക്കാർക്ക് തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഫുഡ് കൊടുക്കാനാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. അത് ഞങ്ങളിപ്പം ചെയ്തുകൊണ്ടിരിക്കണം. നിലവിൽ വളരെ നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയും ഇതേപോലെ തന്നെ വളരെ നന്നായിട്ട് കൊണ്ടു നടക്കും. അതെ, നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം, നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. അതാണ് ഞങ്ങളുടെ ഹൈലൈറ്റ്. ഞങ്ങൾ ഞെട്ടിച്ച ആ കേക്കിന്റെ സംഭവം കാണിച്ചു തരാം. തീർച്ചയായിട്ടും എന്താണ്, എങ്ങനെയാണ് ഞാൻ ഇന്ന് വൈകിട്ട് വിളിക്കുകയാണ്, ചേട്ടാ ജിയോ ബേക്കറി അല്ലേ. അപ്പൊ എന്നെ അറിയത്തില്ല, എന്റെ ഫോൺ നമ്പർ ഒന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞ ജിയോ ബേക്കറി അല്ല, അതെ എനിക്കൊരു കേക്ക് വേണം, അച്ഛന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ എന്ത് കേക്കാ വേണ്ടത് വെച്ചാൽ ഞാൻ എനിക്കൊരു ടീമിലുള്ള ഫോട്ടോ വായിക്കാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഫോട്ടോ മ്യൂസിക് ടീമിന്റെ അയച്ചെടുത്ത് ഞാൻ എന്റെ DP കണ്ടിട്ടാണ് കണ്ണൻ ചേട്ടന്റെ മോളാണോ എന്ന് വെച്ചിട്ട് തുടങ്ങിയത്. അങ്ങനെ ഞാൻ ഇന്ന് വൈകിട്ട് വിളിച്ചിട്ട് നാളെ രാവിലെ 11 മണിക്ക് മുമ്പ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മ്യൂസിക് ടീമിൽ അതും അതിലുള്ള എല്ലാം കഴിക്കാൻ പറ്റും. മ്യൂസിക്കിലുള്ള എന്താ പറയാ മൈക്ക് ഒക്കെ കഴിക്കാൻ പറ്റുന്ന കലാകാരന് വേണ്ടിട്ട് സ്പെഷ്യൽ മൈക്ക്. ഇത് ഇവിടുത്തെ കൊച്ചു മുതലാളിട്ടാ വർത്താനം പറയില്ലെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഷട്ടപ്പടേ എനിക്ക് അത്രയും ഭംഗിയുള്ളൊരു കേക്ക് എന്റെ അച്ഛന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് കൊടുക്കാൻ പറ്റിയത്. അപ്പൊ അതിന്റെ കണ്ണൻചാന്റെ കൂട്ടുകാർ എത്രയും പെട്ടെന്ന് വന്ന് പറയരുത് കേട്ടോ. കാരണം ചില ടീം സെറ്റ് ചെയ്ത് നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് ആ സമയത്ത് കുറച്ച് വർക്ക് കുറവുള്ളത് കൊണ്ട് നമുക്കത് കയറ്റി ചെയ്യാം. അങ്ങനത്തെ മണിക്കൂറുകളോളം വേണം ഓരോന്ന് സെറ്റ് ചെയ്ത്. നിങ്ങൾ എവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാലും വീടിന്റെ മുമ്പിൽ ഒരു വണ്ടി വരും, ഒരു പെട്ടിയായിട്ട് 2 പേര് വരും. ഞാൻ ചീത്ത പറഞ്ഞ പോലെ ചിലപ്പോ ചീത്ത പറയും. ഇതെന്താന്ന് മനസ്സിലാവാതെ സർപ്രൈസ്. അത് മകൾ അച്ഛനോട് പറഞ്ഞില്ല. എന്റെ തെറ്റ്, എന്റെ മാത്രം തെറ്റ്. കേക്കൊക്കെ
സർപ്രൈസ് ചെയ്താണ്. അപ്പൊ കേക്ക് ഉണ്ടാക്കണോ? കാണാം. പാവത്തിനാണോ? ചീത്ത ഒന്നും കേട്ടില്ലല്ലോ. എനിക്കാണ് ചീത്ത കേട്ടത്. അത് നോക്കൂ, നീ ഫോണിൽ വർത്താനം പാവം കേക്കും കൊണ്ട് വീണ്ടും മുമ്പിൽ നിൽക്കുക. അച്ഛൻ കാറ് കഴുകുക. ആരാ ഈ സമയത്ത് കൊറിയർ കൊണ്ട് വരുന്നത്? ആരവിടെ ഓർഡർ ചെയ്തതിനൊക്കെ വെച്ചിട്ട് ചീത്ത പറയാ അച്ഛൻ. പരിപാടിക്ക് ഉള്ള തിരക്കുണ്ട്. എന്തായാലും താങ്ക് യു. രാവിലത്തെ കിച്ചൺ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ യാതൊരു ഇതാണ് ആ കേക്ക് ചെയ്ത ഷെഫ്. ഹലോ, ഹായ്. ചേട്ടന്റെ പേരെങ്ങനെയാ? അനിൽ. അടിപൊളി കേക്കായിരുന്നു കേട്ടോ, ഗംഭീര സ്വാദായിരുന്നു. ഇതാണ് നമ്മുടെ ജിയോയുടെ കേക്ക് ഫാക്സ്. ഇതാണ് ജിയോയുടെ കേക്ക് ഫാക്ടറി. സൂപ്പർ. ഇതാണ് നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന ചേട്ടൻ. അതെ, ഇവിടെ നിന്നാണ് നമുക്ക് കഴിഞ്ഞ ദിവസം ബർത്ത്ഡേക്ക് കേക്ക് കൊണ്ട് തന്നത്. നിങ്ങളുടെ ബർത്ത്ഡേ ആകുമ്പോ അല്ലെങ്കിൽ വിശേഷങ്ങളാകുമ്പോ വിളിച്ചോളൂ, എത്തിച്ചു തരും കൃത്യമായിട്ട്. കേക്ക് മാത്രമല്ല കേട്ടോ, ചിപ്സ്, എന്താ സാധനം നിങ്ങൾക്ക് എന്ത് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ വേണം ചിപ്സ് ഒക്കെ ഇവിടെ ഫ്രഷ് ആണ്. കേക്ക് ഒക്കെ അത് പറയാൻ പറ്റും. നല്ല സ്വാദാണ് കേട്ടോ കേക്ക്. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഭയങ്കര മട്ടിക്കില്ല. നമുക്ക് എത്ര വേണമെങ്കിലും കഴിച്ചോണ്ടിരിക്കാനേ തോന്നും. എനിക്ക് അതാണ് കേക്ക്. സാധാരണ ചിലവ് ഒരു പിന്നെ കഴിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ മധുരം ഇല്ലാതല്ല, മധുരം ഉണ്ട്, പക്ഷെ മട്ടിക്കില്ല. നമുക്ക് കഴിച്ചോണ്ടേ ഇരിക്കാൻ തോന്നും. പിന്നെ നല്ല പെരുമാറ്റം ഇവിടെ വന്നാല്, നല്ല സ്നേഹത്തോടു കൂടിയുള്ള സർവീസ്. പ്രധാന ഘടകം അതാണ്. ഞാൻ എന്റെ ഇടയ്ക്ക് ഇവരാരും അറിയാണ്ട് ഇടയ്ക്ക് വന്ന് നേരത്തേക്ക് ഒരു ഷേക്ക് ഒക്കെ അടിക്കുമായിരുന്നു. ഷേക്ക് കുടിക്കാൻ വേണ്ടി 1-2 പ്രാവശ്യം മാത്രം വീട്ടിൽ പറയാതെ വരുന്ന കാര്യങ്ങളാട്ടോ, ഞാൻ അറിയാറില്ല. പോണ വഴിയില്ലേ, പോണ വഴി. പോറ വഴിയില്. പിന്നെ അത് മാത്രല്ലേ, ഈ ഹാപ്പി ബർത്ത്ഡേ കേക്കിന്റെ പൈസ മേടിച്ചിട്ടില്ലേ, അത് കൊടുത്തിട്ട് അതാണ് നിക്കട്ടെ നിൽക്കേണ്ടതല്ല. എന്റെ അടുത്ത് പറഞ്ഞിരുന്നോ എന്റെ കാശ് വാങ്ങിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇത്ര പറഞ്ഞു, ഞാൻ ചോദിച്ചാൽ അച്ഛന്റെ ബർത്ത്ഡേക്ക് ഞങ്ങളൊരു കേക്ക് കൊടുത്തതിൽ തെറ്റുണ്ടോ, ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങാൻ ഇല്ലാതെ പറഞ്ഞു. ഞാൻ ശരി സംഭവിച്ചു. അപ്പൊ താങ്ക് യു. ഞങ്ങളുടെ അപ്പൊ നിന്റെ ഗിഫ്റ്റ് അല്ല, ഈ ചേട്ടന്റെ ഗിഫ്റ്റ് ആണ്. എന്തൊക്കെയാ ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ്? കേക്ക്, വൈറ്റ് ആൽമണ്ട്, ട്രഫിൾ, വാഞ്ചിയം, ചോക്കോ മാജിക്, ചോക്ലേറ്റ് ട്രഫിൾ. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റേ ജാർ കേക്ക് ഉണ്ടാക്കണത് ഇദ്ദേഹം തന്നെയാണോ? അതിപ്പോ എനിക്ക് അത് ഉത്തര സാധനം ഷേപ്പ് കഴിക്കാൻ കേക്ക് ഡെയിലി വന്നു കഴിഞ്ഞാൽ 2-3 വെച്ചിട്ടാണ് കൊണ്ടുപോകണത്. പോലെ കിട്ടിയിട്ടില്ലല്ലോ. നീ ചെന്നൈ പോയിരുന്ന ഞാൻ ഇങ്ങനെ കേട്ടേ. ഓഹോ, ചേട്ടൻ ഞങ്ങൾ നിക്കണെന്ന് പറഞ്ഞിട്ട് പണി മുടക്കണ്ട് ചെയ്തോളൂ. നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ, നേരത്തെ പറഞ്ഞാൽ അതൊക്കെ ക്ലിയർ ചെയ്ത് വെച്ചു. ആക്ച്വലി കേക്ക് ഉണ്ടാക്കാൻ നല്ല ക്ഷമ വേണം. ഞാനും ഉണ്ടാക്കാറുണ്ട് കേക്ക്. ഇതൊക്കെ കണ്ടപ്പോ വേണ്ടിയില്ല തോന്നുന്നു. നിതുന്റെ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ ധാരാളം ഇറങ്ങിയിട്ടുള്ളതല്ലേ? വേണ്ടിയിരുന്നില്ല ആ കൊറോണ സമയത്ത് അല്ലേ, പണിയില്ലാണ്ടിരുന്ന സമയത്ത് കേക്ക്. പക്ഷെ ഭയങ്കര പണിയാ ഉണ്ടാക്കുന്ന ക്ഷമ വേണം. ബിഗ് സല്യൂട്ട്. സമ്മതിക്കണം. കാരണം വൈകുന്നേരം വർക്ക് കഴിഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴേക്കും ചിലപ്പോ പെട്ടെന്ന് ഇതേമായിട്ടുള്ള ആൾക്കാർ വിളിക്കുക, ഓർഡർ ഇല്ലാന്ന് പറയോ, ഇന്ന് പറയോ. പിന്നെ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയൊരു സംഭാഷണങ്ങളൊക്കെ നടത്തി വേണം അത് ഫൈനൽ ചെയ്യാനായിട്ട്. ഇതിപ്പോ എന്താ ചെയ്യണേ? ഇത് പൂവുണ്ടാക്കുന്നത് കാണാൻ സിമ്പിൾ ആണ്, നമ്മൾ ഉണ്ടാക്കി അതേമാതിരി ആവില്ല. അറിയാം. ഇതൊക്കെ ഞാനൊരു മിനിറ്റോടെയൊക്കെ വളവളെ പരീക്ഷിച്ചു ഇത് നിസ്സാരം. മഞ്ഞ റോസാപ്പൂ. അതിനൊക്കെ വെക്കില വയ്ക്കോ പറച്ച് പറച്ച് നട്ടോ. ഞാൻ വച്ചു വരുമ്പോ കേക്ക് ഉണ്ടാവില്ല. ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് റോസാപ്പൂ. കാണുമ്പോ എന്ത് ഈസി അല്ലേ? ഇതൊക്കെ എന്നെ കൊണ്ടും പറ്റും. ഈ ക്രീം മൊത്തം തീരും. അത് ചുമപ്പാക്കട്ടെ, എല്ലാം മഞ്ഞാണോ? അതൊക്കെ നമ്മുടെ മനോധർമ്മമാണ്, കളർ ചോയ്സ് ഒക്കെ. ചിലര് കളർ പറയോ, അങ്ങനെ ഉണ്ടാവില്ലേ? അതായത് ഇപ്പൊ മിക്കപ്പോഴും എന്താണെന്നറിയോ, ബർത്ത്ഡേക്ക് കൊച്ചിന്റെ ഡ്രസ്സ്, അതേമാതിരി തന്നെ സ്റ്റേജിന്റെ തീം, ഫംഗ്ഷനൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ കംപ്ലീറ്റ് സ്റ്റേജ് എങ്ങനെയാണോ തീം അതേമാതിരി കേക്ക് വേണമെന്നാ. അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. മാക്സിമം ഞങ്ങൾ ശ്രമിക്കും. ഞങ്ങളിപ്പോ 6 മാസത്തിലും കൂടെ ബർത്ത്ഡേ കഴിക്കുന്ന ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. 6 മാസം
ക്യാൻഡിലൊക്കെ ഉണ്ടല്ലേ, ആരാന്നുള്ള ക്യാൻഡിലുണ്ട് ഇപ്പോ. ഞാൻ കാണിച്ചു താഴത്ത് കാണിച്ചു തരാം. 6 മാസത്തില് ബർത്ത്ഡേ കഴിക്കാം. എന്തൊക്കെയല്ലേ കാലം പുരോഗമിച്ചിട്ടേ. ഈ ബർത്ത്ഡേ കേക്ക് ആരുടെയാ? ഇത് ആരോ ഒരാൾ ഓർഡർ ചെയ്താണ്. ഇതേ ലിസ്റ്റുകളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കും ഞങ്ങൾ. അപ്പൊ പുള്ളി അതിനനുസരിച്ച് അപ്പൊ ഈ കേക്കിന്റെ ഉടമസ്ഥനും ഹാപ്പി ബർത്ത്ഡേ. ഇത് ബർത്ത്ഡേ കേക്കാണോ? ഓക്കെ. ആ ഉണ്ടാക്കി വെച്ചിരിക്കണൊക്കെ ചോക്ലേറ്റ് ആയിരിക്കും. ഇതൊക്കെ ഇതൊക്കെ ചോക്ലേറ്റ് ആണ്. എല്ലാം എഡിബിൾ ആണ്. ആ അതാണ് ഇവിടെ നിന്ന് സാധാരണ ചിലതൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് കഴിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് തന്നെ കേക്ക് ഫുള്ള് അങ്ങനെ കഴിക്കാം. അടിയിലത്തെ ബേസ് മാത്രമേ കഴിക്കേണ്ടതുള്ളൂ. ചേച്ചിക്ക് സ്റ്റിക്ക് കൊടുക്കാം. അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു ജാർ കേക്ക് ഉണ്ടാക്കി കാണിച്ചു കൊടുത്താലോ? ഞാൻ കേക്ക് ഉണ്ടാക്കി കാണിക്കാം. ഒരെണ്ണം set ചെയ്തോ പ്രാശനെ? ആ ഇത് അതിന്റെ അതെ ഒരു രക്ഷയില്ല. കപ്പലണ്ടി മിഠായി, അരച്ച കപ്പലണ്ടി മിഠായി. ഓ അരച്ച കപ്പലണ്ടി. ജിയോ സ്പെഷ്യൽ. ചിക്കി ജിയോന്റെ സ്പെഷ്യൽ കപ്പലിന്റെ മിഠായി. എല്ലാം സ്പെഷ്യലാണ്. കയ്യിൽ വെച്ചോ. എവിടെ കേക്ക്? ഇതിപ്പോ എന്തൊട്ട് ചെയ്യണേ? ഇപ്പോൾ ഇത് ജാർ കേക്കിനുള്ളത്. കേക്കിന് ക്രീം ബേക്ക് ചെയ്യാം. അതെന്താ അവിടെ? അതെന്താ അവിടെ? കുറച്ച് ലേറ്റ് ആക്കി കഴിക്കാം നമുക്ക്. അതിന്റെ ചൂടായതുകൊണ്ട് ഞാൻ എടുത്താണ്. ചൂടോടെ അവിടെ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ജാർ കേക്ക്. ഇതിന് എന്ത് ഡിമാൻഡാന്ന് അറിയൂടെ? അല്ലടി, അതാ എടുത്തിട്ട് മതിയാണല്ലേ? തണ്ട കഴിച്ചാൽ പോയാ ആകാശം ഉണ്ടല്ലോ, അതവിടെ പറയട്ടെ. ആകാശം എപ്പോഴും വന്ന് ഇവിടെ നിന്ന് മേടിച്ച് കഴിക്കണ ഒരു സാധനമാണ്. ബാക്കിലിരിക്കണ മൊത്തം ഡ്രീം കേക്കിന്റെ അല്ലേ? അതെ, കേക്കിന്റെ തിന്നുകൾ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഈ കേക്കിനും അന്ന് തന്നെ കേക്കിനും എല്ലാത്തിനും. ഇനി തരാൻ പോണ അതെ അതെ, ഇനിയും ബർത്ത്ഡേ ഫ്രീ ആയിട്ട് കേക്ക് തരണം. ടാറ്റാ. ഈ നിരത്തി വെച്ചേക്കുന്ന ഐറ്റംസ് ആണ് ഇപ്പൊ മോളിൽ ചെന്നിട്ട് നമുക്ക് ഉണ്ടാക്കി തന്നത്. ഇക്ക, ഇവിടെ ഇപ്പൊ ഈ ഇതിലിരിക്കുന്നതിൽ ഏറ്റവും ഡിമാൻഡ് കൂടുതലുള്ള ഐറ്റം അതാ നമ്മളിപ്പോ ഉണ്ടാക്കിയ ചാറന്നല്ലേ? ചോക്ലേറ്റ് ആണ് നല്ല ഡിമാൻഡ് ഉള്ള ഐറ്റം. ഇത് റെഡ് വെൽവെറ്റ്, ഇത് ചീസ്. ഓ, പിന്നെ എല്ലാ ഫ്ലേവറും ചെയ്യാറുണ്ട്. ഓരോന്നോരോന്ന് മാറ്റി മാറ്റി ഇങ്ങനെ ഫ്രൂട്ട്സ് ചെയ്ത് ഇട്ടിട്ടുണ്ടല്ലോ. അതുണ്ട്. ഇഷ്ടംപോലെ വെറൈറ്റി ഇതായിരിക്കണം. നമ്മുടെ ഏതാ വേണം? എടുക്കോ? എടുത്തോ. അത് രണ്ടല്ലോ എടുത്തോ. ഞാൻ കഴിച്ചു വെച്ച് പിന്നെയും പിന്നെയും മണം വരും. കുറയ്ക്കാനുള്ള പണി ഞാൻ പറഞ്ഞു. കൂട്ടിക്കാദ്യം കഴിക്കാം. Chocolates.
അതെന്തുട്ടാ? ഇത് ചിക്കൻ സമൂസ. ചിക്കൻ സമൂസ. ടിഷ്യൂ വേണ്ട. ആ ടിഷ്യൂന്റെ ഒന്നും ആവശ്യമില്ല, അത് അങ്ങനെ തന്നെ തിന്നാ മതിയല്ലോ. കൊള്ളാം. എങ്ങനെയുണ്ട് ചിക്കൻ സമൂസ? വായ കൊള്ളണം, ചൂട് കാരണം. ഫ്രഷാണ്, ഫ്രഷ്. എനിക്ക് ഷേക്ക് തരൂ. എന്ത് ചിക്കൻ പറഞ്ഞാ? മുതലാളി, ഇവിടെ ഉള്ള ടോഫിയൊക്കെ ഇമ്പോർട്ടഡ് അല്ലേ? ഉണ്ട് ഉണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട്. ഇന്ത്യനും ഉണ്ട്, അല്ലാത്തതും ഒക്കെ ഉണ്ട്. നല്ല കോഴിക്കോട് ഹൽവ ഉണ്ട് കേട്ടോ. ആ, കോഴിക്കോടിന് അലുവയുണ്ട്. ഇവരുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തത്. അതെ അതെ അതെ. കോഴിക്കോടൻ അൽവൈ. ഞാൻ പൊതുവെ കാറിലിരിക്കും, ഇവര് ഇവിടുത്തെ സാധനങ്ങൾ മേടിച്ചോണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ഒരു പതിവ്. ഞാൻ ആദ്യമായിട്ടാണ് ബേക്കറിക്ക് ഉള്ളിൽ വരുന്നത്. പുതിയ പഴയതിൽ വന്നിട്ടുണ്ട്, ഇവിടെ ആദ്യമായിട്ട് വരിക. ഇത് അങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ നടന്നു നോക്കുമ്പോഴേ എനിക്ക് മറ്റേ എന്താ റെഡി ടു കുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അല്ലെ, റെഡി ടു ഈറ്റ് അല്ലേ, അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ട്. പരിപ്പ് പ്രഥമനും ഗോതമ്പ് പ്രഥമനും ഒക്കെ വരട്ടിയത് വെച്ചിരിക്കുവോ, അതങ്ങ് ജസ്റ്റ് ചൂടാക്കി ഇത്തിരി തേങ്ങാപ്പാൽ ചേർത്താൽ മതി. ഞാൻ പാലടയുടെ മാത്രമേ അങ്ങനെ കണ്ടിട്ടുള്ളൂ. മൊത്തത്തിൽ അതിശയത്തിൽ നിൽക്കുക. ഇത് നിറച്ചുണ്ടായിരുന്നാണ് തീർന്നല. കപ്പലിന്റെ അർത്ഥമിട്ടായി. സ്വസ്ഥമായിട്ട് അവിടെ പോയിരിക്കണം. ഇപ്പൊ കഴിച്ച സമൂസ റെഡി. ഏത്? ചിക്കൻ. ചിക്കൻ. ഇനി ഇത് തന്നെ ചിക്കൻ സമൂസ. എനിക്ക് അച്ഛൻ കഴിക്കില്ല. അപ്പുറത്തേക്ക്. അല്ലെങ്കിൽ ഇതിപ്പോ തീർന്നു. ചിക്കൻ സമൂസ കൊണ്ട് ചേട്ടൻ രക്ഷപ്പെട്ടു. vegetable തരും. എനിക്ക് ഷേക്ക്. ഇതുവരെ കഴിച്ചു നോക്കിയേ. ഞാൻ കഴിച്ചു. കഴിച്ചു നോക്കാം. ഞാൻ കഴിച്ചു നോക്കാം. എന്നിട്ട് കേക്ക് കഴിക്കാം. ഇതുവരെ കഴിച്ചു നോക്കിയേ. വിഷു എനിക്ക് ഇത് എവിടെ ഉണ്ട്? കൊടുത്തോ. പൈനാപ്പിൾ കഴിച്ചിരിക്കാം. ചേച്ചി പൈനാപ്പിൾ തരും. സൗണ്ട് കേട്ടോ. സൂപ്പർ സൂപ്പർ. അമൃതവർഷയുടെ ധീരരോധനം. ഒരു കേക്ക് എങ്ങനെ കഴിക്കാം എന്നുള്ളതിനെ പറ്റി. ഒരു ജാർ കേക്ക് എങ്ങനെ കഴിക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അതിലാദ്യം ടോപ്പ് ഇങ്ങനെ തുറക്കാം, ഒരു സൈഡിലേക്ക്. ഇതിലുള്ളത് എന്ത് ചെയ്യണം? അല്ല, ഇപ്പൊ ഉണ്ടാക്കി തന്നത് ചോക്ലേറ്റ് അല്ലേ? അപ്പൊ തണുത്തത് എടുത്തതാ ഞാൻ. ഓ, അങ്ങനെ. എന്നിട്ടൊരു സ്പൂൺ ഇങ്ങനെ എടുക്കുക. ചിക്കു ഷെയ്ക്ക് അല്ല, ചിക്കു ജാമി. എന്താ മോനെ, അടിപൊളി. തകർത്തു. അടിപൊളി. ചിക്കു റെഡി. ഇന്നൊന്നും കഴിക്കണ്ട, കംപ്ലീറ്റ് ജിയോ ബേക്കറി പോട്ടെ. ഇന്ന് ഫുൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഒക്കെ തുടങ്ങി. രാത്രിയത്തേക്ക് ഒന്നും വേണ്ട. അതെ, പെട്ടെന്ന്. സൂപ്പറല്ലേ? ശരിക്കും നന്നായിട്ടുണ്ട്. ഇത് ടേസ്റ്റ് നോക്കിയാലോ? അടുത്ത പോരും. ഇതെനിക്ക് സ്വന്തം. ചിക്കു ഫ്ലേവർ. സെറ്റായില്ല, സെറ്റ് ആവാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. ഇപ്പൊ ഉണ്ടാക്കി കൊണ്ടു വെച്ചിട്ട് പോകും. അതെ അതെ. ഉണ്ടാമോ, അടിപൊളി. എന്താ ടേസ്റ്റ്? വെള്ളം ഇറക്കണം അല്ല അല്ലേ? അച്ഛ ഇത് കഴിച്ചു നോക്കാൻ നല്ല രസമുണ്ട്. ഇനി ചേട്ടൻ കഴിക്കാം. അച്ഛാ. ചേട്ടൻ കഴിക്കാം. ചേട്ടൻ കഴിക്കാം. വീഡിയോ മോൾ എടുക്കുക. ആദ്യം നമുക്ക് റെഡ് വെൽവെറ്റ്. ആദ്യം നമുക്കില്ല, റെഡ് വെൽവെറ്റ് മാത്രമേ ഉള്ളൂ. മധുരത്തിനും മധുരമുണ്ട്, എന്നാ മട്ടിക്കണില്ല. സ്ഥിരം കഴിക്കണതുകൊണ്ട് ഞാൻ കൂടുതൽ റിവ്യൂ പറയാനില്ല. സൂപ്പറാണ്, സൂപ്പർ. മധുരം കൂടുതൽ കഴിച്ചാൽ വണ്ണം വയ്ക്കുന്നുള്ള കമന്റ് ഞാൻ അവിടെ നിരോധിച്ചിരിക്കുന്നു. അതെ, ഈ വീഡിയോയിൽ അങ്ങനത്തെ കമന്റേ വേണ്ട. That comments are strictly prohibited. അത് ഒരു വായി നോക്കാൻ പാടുള്ളൂ. അതെനിക്കാ. ചേട്ടാ നോക്കട്ടെ, ഇത് ഞാൻ ആദ്യമായിട്ടാ ചിക്കു. അതൊരു വായ കഴിച്ചാൽ മതി. കൊള്ളാം, മതി. കൊള്ളാം. ഏട്ടാ താ ഏട്ടാ. തരി അവിടെ വേറുണ്ട്.
അപ്പൊ സൂപ്പർ ഷേക്കാണ് ഇവരൊക്കെ ഇവിടുത്തെ ഓഫീസ് സ്റ്റാഫുകളാണ്. ഓ സുന്ദരിമണികൾ. അതെ ഈ സുന്ദരി മണികൾ നിറച്ചോ. എന്തായാലും സുന്ദരനാണ്. ഇത്രയും നല്ല സുന്ദരികളായ സ്റ്റാഫുകളാണ് ഇവിടെ തിരക്ക്. പേരെങ്ങനെയാ? അയ്യോ, പേര് സൂര്യ. സൂര്യ, ബിന്ദു, ബിന്ദു, ഷിജി, ഈശ. എന്തായാലും സന്തോഷം, എല്ലാരും പരിചയപ്പെടാൻ പറ്റിയല്ലോ. എന്റെ ഫാൻസ് ആണ് ഇവര്, കലാകാരന്റെ ഫാൻസ് അല്ല കേട്ടോ, എന്റെ ആൾക്കാരാണ്. താങ്ക് യു. എന്നാ ഞാൻ പോണു. എനിക്ക് ഷേക്കും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ പോണു. ഇല്ല, അച്ഛനെ മുന്നേ അറിയാവുന്നതാണ്, അതുകൊണ്ടാണ്. നമ്മൾ അറിഞ്ഞു വരുന്നുള്ളൂ അല്ലേ? അവിടെ പഠിച്ചിരുന്നോ? ഏത് ഇയറാന്ന് പറയണ്ട, വയസ്സ് ഞാൻ ചെറുപ്പക്കാരനാ. മാലിയങ്കര കോളേജിൽ ഓരോ മണൽത്തരിയും അറിയുന്നാണ് അച്ഛൻ പറയാറ്. 5 വർഷം. ഓ പൊന്നെ. ഇവിടുത്തെ ഭക്ഷണമാണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം. അല്ല, മറ്റേ ബ്യൂട്ടീഷ്യൻ ചെയ്യാറില്ല, അതാണ് എന്റെ സത്യം. അത് ഇവിടുത്തെ മെയിൻ ആളെ കണ്ടായിരുന്നുണ്ട്, സുന്ദരൻ സുമുഖൻ സൽസ്വഭാവി. ഇതെല്ലാം ചേർന്നില്ല. ആ സൽസ്വഭാവം സാധാരണ വരാറില്ല, പക്ഷെ ഇത് അതും ചേർത്ത്. അല്ല, ഇത് അങ്ങനെയല്ല, ഇത് വണ്ണം കുറച്ചതാ, എന്നെ കുറപ്പിക്കാന്ന് പറയുന്നുണ്ട്. അല്ല, മണ്ണുണ്ടായിരുന്നില്ല. ആകാശിന്റെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്, തടി കുറപ്പിക്കാൻ. പക്ഷെ എനിക്ക് അതിൽ ഒട്ടും വിശ്വാസമില്ല, കാരണം അവൻ ഭൂലോകം മടിയാണ്. വേറെ ആരും ആ പേരിൽ ഇവിടെ വന്നിട്ട് ഓരോ ഷേക്ക് ദിവസം കഴിച്ചാൽ തടി കുറയും. ഇക്കനെ കാണാൻ പോണെന്ന് പറഞ്ഞിട്ട് വരും, അപ്പൊ അതുണ്ടാവാ. അവരൊക്കെ സ്ഥിരം കഴിക്കണേ. എന്നാലും അതിഥി ദേവോഭവം, നമ്മുടെ ഒരു മര്യാദ. നമ്മളെ കാണാൻ വന്നവർക്ക് ഫോർമാലിറ്റി ഒന്നും വേണ്ട, കഴിച്ചോളൂ, നമ്മുടെ സ്വന്തം കടയിൽ നിന്ന് കഴിച്ചത്. എന്തായി കാണുന്നത്? കരിമ്പങ്കാട്ടിൽ ആരാ കയറിയത്? കണ്ണാട്ടം കയറിയെന്നാണോ? ഇനിയുണ്ട് കുറെ സാധനം. അപ്പുറത്തൊരു ഗ്ലാസ് ഉണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് മാത്രമേ കഴിക്കണ്ടെന്ന് വെച്ചിട്ടാണ്. ആ ഓ, അതെന്താ? ചെറിയ ഒരു പീസ് എടുത്തോളൂ, അധികം നിർത്തില്ല. എനിക്ക് വേണ്ട, ശരി. മതി. അത് വീഡിയോ എടുത്ത് കഴിഞ്ഞ് ഞാൻ കഴിച്ചതാ. അല്ലെങ്കിൽ പറയാ എന്താ കണ്ണാട്ട കഴിക്കണേ. അപ്പൊ ഇത് കൺക്ലൂഡ് ചെയ്തോ? അതെ അതെ. അപ്പോ ജിയോ ബേക്കറിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ലഭ്യമാണ്. അപ്പൊ ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ജിയോയിലെ നമ്പറാണ്, വിളിച്ചോളൂ, അതിന്റെ മൊയിലാളി എടുത്തോളും, കൃത്യമായിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടും. പറൂർക്കാർക്ക് അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയണ്ട, എല്ലാവരും വന്നോളൂ. ഇവിടെ സ്പെഷ്യൽ പുതിയ പുതിയ സാധനങ്ങൾ ഒരുപാടുണ്ട്, ഇത് പറഞ്ഞാൽ തീരില്ല. അത്യാവശ്യത്തിനുണ്ട്. ഇവിടെ എത്ര ഏരിയ? അങ്ങനെയൊന്നുമില്ല, അത്യാവശ്യത്തിന് അതേമാതിരി ഒരാൾ വിളിച്ചൊരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ കൊടുക്കും. ഓ, ഇവിടെ എല്ലാം ഉണ്ട്. കേക്ക് ഉണ്ട്, ഫ്രഷ് ആയിട്ടുള്ള ചിപ്സ് ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, ചിപ്സ് ചോക്ലേറ്റ്. എത്ര മണിക്ക് ചിപ്സ് ഇട്ട് കൊടുക്കണേ? ആ വീക്കിലി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആയിട്ടിരിക്കും. എന്ത് പ്രൊഡക്റ്റ് ആണോ തീരുന്നത് അതിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കും. എല്ലാം ഉണ്ടാക്കണമല്ലോ. ഡെയിലി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടോ? ഉണ്ടാവും. ആഴ്ചക്ക് 6 ദിവസം, ഞായറാഴ്ച മാത്രം വർക്കണ ലീവാണ്. ബാക്കിയുള്ള 6 ദിവസം ഓരോ പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റിയിട്ട് ഇട്ടുകൊണ്ടിരിക്കും. അത് എന്ത് തീരണോ അതിനനുസരിച്ച് മിക്സർ ആവാം. അവിടെ എന്താ പറയാനുള്ളത്? ഒരു സ്വകാര്യം എല്ലാവരെയും സിനിമയിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ പുതിയ വീഡിയോയിൽ നാളെ കാണാം. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.